ഹായ് എവരി വൺ, വെൽക്കം ടു മാറ്റ്നി ലൈവ് ബോക്സ് ഓഫീസ്. ഈ ആഴ്ച ഇറങ്ങാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജാനമൻ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകനായ ചിദംബരം കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദാണ്. സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സൗബിൻ ഷാഹിർ, ലാൽ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി തുടങ്ങിയ ഒരു വൻ താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളികൾ ഒന്നടങ്കം ഏറ്റുപാടുന്ന ഒരുപാട് ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച സുഷിൻ ശ്യാമാണ്. ചിത്രത്തിന്റെ ആദ്യ പകുതി കൊച്ചിയിലും ബാക്കി ഭാഗങ്ങൾ കൊടൈക്കനാലിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ കൊടൈക്കനാലിലേക്ക് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതും അതിലൊരു കൂട്ടുകാരന് ഒരു അപകടം സംഭവിക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കാര്യങ്ങളും കോർത്തിണക്കിയ ഒരു കോമഡി ത്രില്ലർ മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ്. എന്തായാലും ഫെബ്രുവരി 22-ന് സിനിമ റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണും. ഡോൺ പാലത്തറയും ഷെറിൻ ഖാദറിനും കഥ എഴുതി ഡോൺ പാലത്തറ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഫാമിലി. വിനയ് ഫോർട്ട് കേന്ദ്ര കഥാപാത്രമാകുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂട്ടൺ സിനിമാസ്, ജ്യോതി കൃഷ്ണ, സനിറ്റ ചിറ്റിലപ്പള്ളി, ആൻഡോ ചിറ്റിലപ്പള്ളി എന്നിവർ ചേർന്നാണ്. ബേസിൽ സിജയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. വിനയ് ഫോർട്ടിനെ കൂടാതെ ചിത്രത്തിൽ മാത്യു തോമസ്, ദിവ്യപ്രഭ, നിൽജ കെ ബേബി എന്നിവർ കൂടി കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ജലീൽ ബാദുഷയാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്ത് ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം ഫെബ്രുവരി 22-നാണ് റിലീസ് ചെയ്യുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. അപ്പോൾ ബോക്സ് ഓഫീസ് കോമ്പറ്റീഷന്റെ ആരും മറക്കണ്ട. ഈ ആഴ്ച പറഞ്ഞ ഏതെങ്കിലും ഒരു മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാനുള്ള 3 കാരണങ്ങൾ നിങ്ങൾ ബോക്സ് ഓഫീസ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുക. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് നിങ്ങൾ കാണാത്തൊരു സിനിമയുടെ ടിക്കറ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ വേഗം ആയിക്കോട്ടെ. ഏതായാലും പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ബോക്സ് ഓഫീസിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിജയനന്ദു സൈനിങ് ഓഫ്.